വിവാദങ്ങൾ കൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ്. ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ ജൂലൈ 22 ആരംഭിക്കുന്ന കാവഡ് തീർത്ഥയാത്രയ്ക്ക് മുന്നോടിയായി കച്ചവടക്കാർക്ക് വിചിത്രമായ ചില കർശന നിർദ്ദേശങ്ങളാണ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുസാഫർനഗർ ജില്ലയിലെ മുസ്ലിം വ്യാപാരികൾ ഉൾപ്പെടെയുള്ള കടയുടമകളും ധാബകളും പഴങ്ങൾ വിൽക്കുന്നവരും ചായക്കടകളും സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമസ്ഥരുടെയോ ജീവനക്കാരുടെയോ പേരുകളടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. തീർത്ഥാടകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. നേരത്തെ മുസാഫർനഗർ MLA-യും UP മന്ത്രിയുമായ കപിൽ ദേവ് അഗർവാൾ മുസ്ലിങ്ങൾ തങ്ങളുടെ കടകൾക്ക് ഹിന്ദു ദേവതകളുടെയും ദൈവങ്ങളുടെയും പേരുകൾ നൽകുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാവഡ് തീർത്ഥാടന യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഈ മാസം ആദ്യം ചേർന്ന യോഗത്തിലായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മുസ്ലിങ്ങൾ പ്രദേശത്ത് കച്ചവടം നടത്തുന്നതിനോട് തനിക്ക് എതിർപ്പില്ലെങ്കിലും സംഘർഷം ഒഴിവാക്കാനായി തങ്ങളുടെ കടകൾക്ക് ഹിന്ദു ദൈവങ്ങളുടെയോ ദേവതകളുടെയോ പേരിടരുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടം ഈ പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാവഡ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജില്ലയിൽ 240 കിലോമീറ്ററാണ് തീർത്ഥാടകർ സഞ്ചരിക്കുന്നത്. ഈ വഴികളിലെ എല്ലാ ഭക്ഷണശാലകളും, അത് ഹോട്ടലുകളോ ധാബകളോ വണ്ടികളോ ആവട്ടെ, ഉടമസ്ഥരുടെയോ ജീവനക്കാരുടെയോ പേരുകൾ പ്രദർശിപ്പിക്കണം എന്നാണ് ASP അഭിഷേക് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിവാദ ഉത്തരവിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയിട്ടുണ്ട്. ഭക്ഷണശാലകൾക്ക് മുന്നിൽ കടയുടമകളുടെ പേരും ഐഡന്റിറ്റിയും പ്രദർശിപ്പിക്കണം. കാവഡ് തീർത്ഥാടകരുടെ വിശ്വാസത്തിൻ്റെ ശുദ്ധി നിലനിർത്തുന്നതിനാണ് ഈ തീരുമാനം. ഹലാൽ സർട്ടിഫിക്കേഷനോടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം വ്യാപാരികൾ തങ്ങളുടെ കടകളിലും ഹോട്ടലുകളിലും പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് മുസാഫർനഗറിലെ ബഗ്രയിലെ പുരോഹിതനായ സ്വാമി യശ്വർ മഹാരാജ് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവുകൾ നടപ്പാക്കാമെന്ന് മുസാഫർനഗറിലെ ഭക്ഷണശാല ഉടമകൾ സമ്മതിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് പല വ്യാപാരികളും അവരുടെ കടകൾക്ക് മുന്നിൽ പേരുകൾ എഴുതിയ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയെന്നാണ് വിവരം. ചായ് ലവേഴ്സ് പോയിന്റ് എന്ന പേര് മാറ്റി വക്കീൽ സാഹബ് ടീ സ്റ്റാൾ എന്നാക്കി മാറ്റിയതായി ഗത്തൗലയിലെ ഒരു ടീ സ്റ്റാൾ ഉടമ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ പേര് വ്യക്തമല്ലെന്നും വീണ്ടും പേര് മാറ്റണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. തുടർന്ന് വക്കീൽ അഹമ്മദ് ടീ സ്റ്റാൾ എന്ന പേര് കടക്ക് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കുഴപ്പത്തിലും പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിനാൽ ഇവരെല്ലാം ഭരണകൂടത്തിൻ്റെ ഉത്തരവുകൾ പാലിക്കുന്നതിന് നിർബന്ധിതരാവുകയാണ്. ഉത്തരാഖണ്ഡുമായി അതിർത്തി പങ്കിടുന്ന മുസാഫർനഗർ, UP, ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് കാവഡ് തീർത്ഥയാത്രയുടെ ഭാഗമായി ഹരിദ്വാറിലെ ഗംഗയിൽ നിന്ന് പുണ്യജലം ശേഖരിച്ച് മുസാഫർനഗർ ജില്ലയിലൂടെ കടന്നുപോകുന്നത്. അതേസമയം UP പോലീസ് ഉത്തരവിനെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നു. ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഉത്തരവ് സാമൂഹിക കുറ്റകൃത്യമാണെന്ന് അഖിലേഷ് പ്രതികരിച്ചു. ഐക്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഇത്തരം ഉത്തരവുകളെന്നായിരുന്നു മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷിൻ്റെ പ്രതികരണം. പോലീസിൻ്റെ വിചിത്രമായ നടപടിയിൽ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും ഇത്തരം ഉത്തരവുകളുടെ പിന്നിലെ സർക്കാരിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ഉചിതമായ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് കാവഡ് തീർത്ഥാടകർ ഒന്നും വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്ന് AIAMIM നേതാവ് അസദുദ്ദീൻ ഉവൈസി പറഞ്ഞു. ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ ഭക്ഷണശാലകളും ഉടമകളുടെ പേര് ബോർഡിൽ സ്ഥാപിക്കണം. കാവഡ് യാത്രികർ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് അബദ്ധത്തിൽ പോലും ഒന്നും വാങ്ങില്ലെന്ന് ഉറപ്പാക്കാനാണിത്. ഇതിനെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനമെന്നും ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ജൂതൻ ബോയ്ക്കോട്ട് എന്നുമാണ് വിളിച്ചിരുന്നതെന്നും ഉവൈസി വ്യക്തമാക്കി. UP പോലീസിൻ്റെ നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ പ്രതികരണം.